ആത്മീയ അന്തരീക്ഷം കുടുംബത്തിൽ എങ്ങനെ നിലനിർത്താം, അതാണ് നമ്മുടെ വിഷയം. അപ്പൊ ആദ്യം എന്താണ് അന്തരീക്ഷം? അന്തരീക്ഷം നമ്മളെപ്പോഴും പറയുന്നതാണ് അല്ലേ, അന്തരീക്ഷം. അപ്പൊ നമ്മളിങ്ങനെ ഇരിക്കുമ്പം ഇപ്പൊ നല്ല വെയിലുണ്ട്, കാർമേഘം വന്ന് സൂര്യനെ മറച്ച് നമുക്ക് കിട്ടുന്ന വെളിച്ചം അങ്ങ് കുറഞ്ഞ് ഇപ്പൊ ചെറിയൊരു കാറ്റും ചെറിയൊരു ഇടിമുഴക്കവും മിന്നലും ഒക്കെ വരുമ്പോൾ നമ്മൾ പറയും, ഓ അന്തരീക്ഷം ആകെ മാറിയല്ലോ, മഴ വരുന്നുണ്ട് അല്ലേ. അപ്പോ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ വസ്തുവിന്റെയോ ഒക്കെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നൊരു സ്ഥിതിവിശേഷമാണ് അന്തരീക്ഷം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഇടം, ചുറ്റുപാട്, അതാണ് നമ്മുടെ അന്തരീക്ഷം. അതിന്റെ സ്വഭാവം, നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തിന്റെ ഒരു സ്വഭാവം, ആ മൂഡ്, അതാണ് അന്തരീക്ഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാല് അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ പത്രോസിനെ തടവറയിലാക്കിയത് കൊണ്ട് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ആ സഭ അവിടെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ കൂടി വന്ന സമയത്ത് അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയുള്ളതാണ്? ഭീതിയുടെ ഒരു അന്തരീക്ഷം അല്ലെ. അവരെ ക്രിസ്ത്യാനികളെല്ലാം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവര് പത്രോസിനെ പിടിച്ചുകൊണ്ട് പോയി അവര് ഭീതിയോടെയാണ് ആയിരിക്കുന്നത്. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് രോധ എന്ന പെൺകുട്ടി വന്ന് പറയാണ്, പത്രോസ് വാതിൽക്കൽ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി പത്രോസ് വന്നു, അവിടെ ഉണ്ട് എന്നുള്ളത്, തടവറയെന്ന് പോന്നു. അപ്പൊ അവിടുത്തെ അന്തരീക്ഷത്തിന് മാറ്റം വന്നു. ആ ഭീതിയുടെ അന്തരീക്ഷം അങ്ങ് മാറി സന്തോഷത്തിൻ്റെതായ ഒരു അന്തരീക്ഷം അവിടെ വന്നു. അപ്പൊ നമുക്ക് ഇതിന് മനസ്സിലാക്കാം, അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്, ആയിരിക്കുന്ന ആ ചുറ്റുപാട്, അതിന്റെ ഒരു മൂഡ് ഒക്കെയാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ അന്തരീക്ഷം മാറ്റങ്ങൾക്ക് വിധേയമാണ്. അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, എപ്പോഴും ഒരേ അന്തരീക്ഷം ആയിരിക്കില്ല ഉണ്ടായിരിക്കുക. ഇപ്പൊ മീനസൂര്യ നേരത്തെ പൂന്തോട്ടത്തെ പറ്റിയൊക്കെ പറഞ്ഞു അല്ലേ. നമുക്കെല്ലാവർക്കും പൂന്തോട്ടം ഇഷ്ടമാണ്. അപ്പൊ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് പൂന്തോട്ടത്തിലുള്ള പരിചരണത്തിന് മാറ്റം വരുത്തേണ്ടി വരും. വേനൽക്കാലം ആകുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കണം. അതുപോലെ മഴക്കാലമാണെങ്കിൽ ചില ചെടികൾക്ക് ഒരുപാട് വെള്ളം വേണ്ടാത്തതുകൊണ്ട് അതിനെയൊക്കെ മാറ്റി ഒരു സൈഡിലേക്ക് കൊണ്ടുവെക്കണം. അതുപോലെ കറക്റ്റ് സമയത്ത് പുല്ലൊക്കെ പറിച്ചു കളയണം, വളമിടണം, പ്രൂണിങ് നടത്തണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുന്നവരുടെ പൂന്തോട്ടം നല്ല സുന്ദരമായിട്ടിരിക്കും. അതായത് എന്നെ പോലെ ഉള്ളവരുടെ പൂന്തോട്ടം അവിടെ ഒരു ചെടി ഇവിടെ ഒരു ചെടി കുറച്ചെണ്ണം ഉണങ്ങി അങ്ങനെ ഇരിക്കും. അപ്പം എന്ന് പറഞ്ഞാൽ കൂടുതൽ എത്രത്തോളം ശ്രദ്ധിക്കുന്നു അത്രത്തോളം മനോഹരമായിരിക്കും നമ്മളുടെ പൂന്തോട്ടം. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചു വരുന്നത് നമ്മളുടെ ഭവനത്തിലെ ആത്മീയ അന്തരീക്ഷത്തെ പറ്റിയാണ്. ഭവനത്തിലെ ആത്മീയ അന്തരീക്ഷം എന്ന് പറഞ്ഞാലും ഈ പൂന്തോട്ടത്തിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. അത് മാറിക്കൊണ്ടിരിക്കാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അവിടെ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ആളുകളുടെ സ്വഭാവത്തിനൊക്കെ അനുസരിച്ച് ആത്മീയ അന്തരീക്ഷത്തിന് മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നിലനിർത്തി കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപോലെ നിലനിർത്തി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ അത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പൊ ആത്മീയ അന്തരീക്ഷം, കുടുംബത്തിലെ ആത്മീയ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ അവിടെ ആവശ്യമാണ്. ഒരു കുടുംബത്തിൽ ആത്മീയ അന്തരീക്ഷം ഉണ്ടെന്ന് പറയണമെങ്കിൽ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും അവിടെ ഉണ്ടായിരിക്കണം. ഒന്നാമത് അവിടെ ദൈവ സാന്നിധ്യം അനുഭവപ്പെടണം. ദൈവത്തിന്റെ സാന്നിധ്യം. മഴ വരുമ്പോഴാണല്ലോ ഇടി മിന്നലും ഇതെല്ലാം ഇവിടെ വരുമ്പോഴാണല്ലോ മഴ വരുന്നുണ്ട്, അന്തരീക്ഷം മാറി വരുന്നത്. മഴയുടെ സാന്നിധ്യം എന്ന് പറയുന്ന പോലെ ആത്മീയ അന്തരീക്ഷം ഉണ്ടെന്ന് പറയണമെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം ആ കുടുംബത്തിൽ അനുഭവപ്പെടണം. അതുപോലെ രണ്ടാമതായിട്ട് ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ ആ വീട്ടിലുള്ള മനുഷ്യർ ജീവിക്കണം. എന്നാലേ അവിടെ ആത്മീയ അന്തരീക്ഷമുള്ള ഭവനമാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ ആ ഒരു ഭവനത്തിലെ വ്യക്തികൾ ജീവിക്കണം. മൂന്നാമതായിട്ട് ദൈവബന്ധത്തിൽ നിലനിൽക്കാനും അതിൽ വളരാനുമുള്ളൊരു സാധ്യത ആ ഭവനത്തിൽ ഉണ്ടായിരിക്കണം. ആ ഭവനത്തിൽ ജീവിക്കുന്നവർക്കും അവിടെ വന്നു പോകുന്ന ആളുകൾക്കും ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കാനും അതിൽ വളരാനുമുള്ള അവസ്ഥ ഉണ്ടായിരിക്കണം. എന്നാലേ ആ കുടുംബത്തിൽ ഒരു ആത്മീയ അന്തരീക്ഷമുള്ള ഭവനമാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കൊർന്നല്യോസ് എന്നു പേരുള്ളൊരു ശതാധിപന്റെ ഭവനത്തെ നമുക്ക് കാണാം. അവിടെ പറയുന്ന, അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോന്നു. അപ്പൊ ഒരു ദൈവഭക്തനായ വ്യക്തിയുടെ ഭവനമാണത്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, വാസ്തവത്തിൽ ദൈവത്തോട് ഭക്തിയുള്ള ഒരു ഓരോ വ്യക്തിക്കും തന്റെ കുടുംബത്തിലുള്ള മറ്റുള്ളവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് അവർ ഒരിക്കലും ചിന്തിക്കില്ല.
മറ്റുള്ളവരൊക്കെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, ഞാൻ ദൈവമായിട്ട് നല്ല ബന്ധമുണ്ട്, പ്രാർത്ഥനയുണ്ടെന്ന് ആ വ്യക്തി ചിന്തിക്കില്ല. ദൈവഭക്തനായിട്ടുള്ള വ്യക്തി, ഇവിടെ പറയുന്ന കൊർന്നല്യോസിനെ പറ്റി പറയുന്നത്, കൊർന്നല്യോസ് തന്റെ കുടുംബത്തിലെ എല്ലാവരോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു എന്നുള്ളതാണ്. അപ്പം ദൈവഭയമുള്ളവരുടെ അതില്ലാത്തവരുടെ കുടുംബാന്തരീക്ഷം എന്ന് പറയുന്ന രാവും പകലും പോലെ വ്യത്യാസമുള്ളതായിരിക്കും. യഥാർത്ഥ ഭക്തർ ദൈവം ആരാണെന്നും ദൈവത്തിന്റെ ശക്തി എന്താണെന്നും ദൈവത്തിന്റെ വീര്യപ്രവൃത്തികളും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ദൈവത്തെ ഭയപ്പെടുന്നവരാണ് അവര് ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരാണ്. അതുപോലെ കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് നോക്കിയാൽ അവിടെ എപ്പോഴും പ്രാർത്ഥനയുണ്ട്. അപ്പൊ ദൈവഭക്തി എത്രത്തോളം ഉണ്ടാകുന്നോ അത്രത്തോളമാണ് നമുക്ക് ദൈവത്തെ കുറിച്ച് എത്രത്തോളം അറിയുന്നോ അത്രത്തോളം നമുക്ക് ദൈവഭക്തി ഉണ്ടാവുള്ളൂ. അപ്പൊ സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തെ അവന്റെ മഹിമാധിക്യത്തിനൊത്തവണ്ണം സ്തുതിക്കണമെന്നും അതുപോലെ അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കാനൊക്കെ. എങ്ങനെയാ ദൈവത്തെ അറിഞ്ഞാലല്ലേ പറ്റുള്ളൂ. ദൈവം ആരാണെന്നും ദൈവം എങ്ങനെയുള്ള ആളാണെന്നും ഒക്കെ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കുന്നോ അത്രത്തോളമേ നമുക്ക് ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും ഒക്കെ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ദൈവത്തോടുള്ള ഭക്തി എത്രയുണ്ടോ അത്രത്തോളമാണ് നമുക്ക് ദൈവത്തെ അനുസരിക്കാൻ സാധിക്കുള്ളൂ. ദൈവത്തോടുള്ള ഭക്തിയും സ്നേഹവും കൂടുന്നതനുസരിച്ച് നമുക്ക് ദൈവത്തെ രുചിച്ചറിയാനും ആസ്വദിക്കാനും ഒക്കെ സാധിക്കും. അപ്പൊ ദൈവത്തെ നന്നായി അറിയുന്ന വ്യക്തികൾ ഇത് ചെയ്യുന്ന ഓരോ കാര്യവും ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, കൊർന്നല്യോസ് ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു പോകുന്നു. അപ്പൊ ആളുകൾക്ക് വളരെ ധർമ്മം കൊടുത്തു. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തതെന്ന് ചോദിച്ചാൽ അത് ദൈവത്തോടുള്ള ഭയഭക്തി നിമിത്തമാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. അത് ദൈവത്തോടുള്ള അനുസരണമാണ്. അതല്ലാതെ ഇന്ന് മനുഷ്യർ ഒരുപാട് ദാനധർമ്മവും ഒക്കെ നടത്തുന്നുണ്ട് പ്രശസ്തിക്കൊക്കെ വേണ്ടിയിട്ട്. അതുപോലെയുള്ള ഒരു ദാനം ചെയ്യലായിരുന്നില്ല കൊർന്നല്യോസ് നടത്തിയത്. അത് അദ്ദേഹത്തിന്റെ ഭക്തിയുടെ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ഒക്കെ ഒരു പ്രദർശനമായിരുന്നു. അപ്പൊ ഇത് തന്നെ നമുക്ക് ഭക്തനായ ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാലും കാണാൻ സാധിക്കും. ഇയ്യോബും തന്റെ കുടുംബത്തെ മുഴുവൻ ഉൾപ്പെടുത്തിയാണ് ആത്മീയ ജീവിതം നയിച്ചു വന്നത്, അല്ലെ? ഇയ്യോബ് 5:1 നമ്മളിങ്ങനെ വായിക്കുന്നു, എന്നാൽ വിരുന്ന നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ്, പക്ഷെ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നായി രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. അപ്പൊ ഇയ്യോബ് എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള വ്യക്തിയായിരുന്നു ഇയ്യോബ്. അതുപോലെ തന്റെ കുടുംബത്തിൽ ഒരാളുടെയും ജീവിതത്തിൽ പാപം ഉണ്ടാകരുത്, ഒരാൾ പോലും ഹൃദയം കൊണ്ട് ദൈവത്തെ ത്യജിച്ചു കളയരുതെന്ന് ഇയ്യോബിന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധിക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇയ്യോബ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം വളരെ ധനവാനും പ്രശസ്തനുമായിരുന്നു. ധാരാളം വെള്ളിയും പൊന്നും അനവധി മൃഗസമ്പത്തും ഒക്കെ ഉള്ള വ്യക്തിയായിരുന്നു ഇയ്യോബ്. പക്ഷെ അതെല്ലാം ഉപയോഗിച്ച് സ്വസ്ഥമായി സന്തോഷമായിട്ട് ജീവിക്കുകയല്ല ഇയ്യോബ് ചെയ്തത്. ഇയ്യോബും വളരെ സൽക്കർമ്മങ്ങൾ ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. കൊർന്നല്യോസിനെ പോലെ തന്നെ അതിനേക്കാൾ എത്ര അധികമായിട്ട് ഇയ്യോബും വളരെ സൽക്കർമ്മങ്ങൾ ചെയ്തു. നമുക്ക് ഇയ്യോബ് 29:12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 12 മുതൽ 17 വരെ ഇയ്യോബ് 29. അവിടെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ വായിക്കാം. നിലവിളിച്ച എളിയവനെയും അനാഥനെയും തുണയറ്റവനെയും ഞാൻ വിടുവിച്ചു. നശിക്കുമാറായവന്റെ അനുഗ്രഹം എന്റെ മേൽ വന്നു. വിധവയുടെ ഹൃദയത്തെ ഞാൻ സന്തോഷം കൊണ്ട് ആർക്കുമാറാക്കി. പിന്നെ കാണുന്നത്, നീതിയെ ഉടുപ്പായി ധരിച്ചു, ന്യായം ഉത്തരീയവും തലപ്പാവും പോലെ ഒക്കെയായിരുന്നു. നീതി ന്യായമുള്ള വ്യക്തിയായിരുന്നു ഇയ്യോബ്. പിന്നെ വായിക്കുന്നത്, ഞാൻ കുരുടന് കണ്ണും മുടന്തന് കാലുമായിരുന്നു. ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു. ഞാൻ അറിയാത്തവന്റെ വ്യവഹാരം പരിശോധിച്ചു. നീതി കെട്ടവന്റെ അണപ്പല്ല് ഞാൻ തകർത്തു. അവന്റെ പല്ലിന്റെ ഇടയിൽ നിന്ന് ഇരയെ പറിച്ചെടുത്തു. കണ്ട, ഇയ്യോബ് ഇതൊക്കെയും ചെയ്തത് എന്തുകൊണ്ടാണ്? തന്റെ ഭക്തി നിമിത്തമാണ് ചെയ്തത്, ദൈവത്തോടുള്ള ഭക്തി നിമിത്തം. അതുപോലെ ദൈവം ആരാണെന്നുള്ള നല്ല ബോധ്യം ഉള്ളതുകൊണ്ടും ദൈവത്തിന്റെ ഇഷ്ടവും ഇഷ്ടക്കേടൊക്കെ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടുമാണ് ഇയ്യോബ് ഈ വിധത്തിലൊക്കെ ജീവിക്കാൻ ഇയ്യോബിന് സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് സംഭവിച്ച കാര്യം 4-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. 29-ാം അധ്യായം ഇയ്യോബ് 29:4. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും ചെയ്തു. കണ്ടോ, എത്ര ഭയങ്കര ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് വായിക്കുമ്പോൾ അങ്ങനെ കുളിക കയറില്ലേ? ദൈവം കൂടെ വസിക്കുക, ദൈവത്തിന്റെ സഖ്യത നമ്മളുടെ കുടുംബത്തിനുണ്ടായിരിക്കുക. അതുപോലെ ആ അധ്യായത്തിൽ തന്നെ 3-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം.
അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു, അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. ഇത് തന്റെ ശുഭകാലത്തെ കുറിച്ചാണ് ഇയ്യോബ് പറയുന്നത്. തന്റെ ശുഭകാലത്താണ് ഇയ്യോബ് ഈ നല്ല രീതിയിലൊക്കെ ജീവിച്ചത്. അപ്പൊ ഇതാണ് ആത്മീയ അന്തരീക്ഷമുള്ള ഒരു കുടുംബത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദൈവം വസിക്കുന്നു. ഓരോരുത്തരും, ആ കുടുംബത്തിലുള്ള ഓരോരുത്തരും ദൈവത്തെ അറിയുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരുമാണ്. അവരോരോ ചെയ്യുന്ന ഓരോ കാര്യവും ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യുന്നവരാണ്. അപ്പം നമുക്ക് നമ്മളുടെ ജീവിതത്തെ കുറിച്ചൊന്ന് പരിശോധിക്കാം. നമ്മളുടെ ജീവിതം എങ്ങനെയാണ്? നമ്മളുടെ കുടുംബങ്ങൾ എങ്ങനെയാണ്? നമ്മൾ വാസ്തവത്തിൽ ഭക്തരാണോ? നമുക്ക് ദൈവഭയം ഉണ്ടോ? നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നവരാണോ? ദൈവം നമ്മുടെ കുടുംബത്തിൽ വസിക്കാൻ ഇഷ്ടപ്പെടുമോ? ഈ കൊർന്നല്യോസും ഇയ്യോബും ഒക്കെ ജീവിച്ചതുപോലെയൊക്കെ നമുക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ വിശ്വാസികളാണ്. നമ്മളുടെ ഭവനത്തിന്റെ അന്തരീക്ഷം നമ്മൾ ആത്മീയമായിട്ട് സൂക്ഷിക്കാൻ കടപ്പെട്ടവരാണ്. രണ്ടാമതായിട്ട്, ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുമ്പോഴാണ് കുടുംബത്തിൽ ആത്മീയ അന്തരീക്ഷം ഉണ്ടാകുന്നത്. ഒരു വ്യക്തി ദൈവമായിട്ട് ശരിയായ ബന്ധത്തിലേക്ക് വരുന്നത് രക്ഷിക്കപ്പെടുമ്പോഴാണ്. ഇപ്പൊ കൊർന്നല്യോസിനെ പറ്റി നമ്മൾ വായിച്ചു, പക്ഷെ അദ്ദേഹം രക്ഷിക്കപ്പെട്ട വ്യക്തി ആയിരുന്നില്ല. പിന്നീട് പത്രോസ് വന്ന് സുവിശേഷം പറഞ്ഞപ്പോഴാണ് കൊർന്നല്യോസ് രക്ഷിക്കപ്പെടുന്നത്, അല്ലേ? അപ്പൊ സുവിശേഷം വഴി രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരു വ്യക്തിക്ക് ദൈവവുമായിട്ട് ഉണ്ടാകുന്ന ബന്ധം എന്ന് പറയുന്നത് വളരെ വേറൊരു ബന്ധമാണ്. വളരെ കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ളൊരു ബന്ധമാണ്. കൊർന്നല്യോസ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ബന്ധമല്ല, രക്ഷിക്കപ്പെട്ടതിന് ശേഷം വരുന്ന ബന്ധം. അപ്പൊ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനെ കർത്താവും നാഥനുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അവരുടെ ജീവിതം പഴയതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് വസിക്കാനായിട്ട് വരുന്നു. നമുക്ക് അങ്ങനെ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട വ്യക്തികളുടെ ഉദാഹരണത്തിന് ഏറ്റവും നല്ല ഉദാഹരണം അപ്പോസ്തലനായ പൗലോസാണ്. അപ്പോസ്തലനായ പൗലോസ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് സഭയെ നശിപ്പിച്ചു പോകുന്ന ആളായിരുന്നു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നേരെ തിരിഞ്ഞു സഭയ്ക്ക് വേണ്ടി ജീവൻ വെക്കാൻ തയ്യാറായിട്ട് നടക്കുന്ന വ്യക്തിയായിട്ട് മാറി. അതാണ് വാസ്തവത്തിൽ രക്ഷിക്കപ്പെടുന്ന ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ മാനസാന്തരപ്പെടാതെ ഇന്ന് സമൂഹത്തിൽ സഭകളിൽ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. മാനസാന്തരപ്പെടാതെ രക്ഷിക്കപ്പെട്ടെന്നും പറഞ്ഞ് സ്നാനപ്പെട്ട് സഭയിലേക്ക് വരുന്ന നമ്മളെ ക്ലാസ്സുകൾക്കൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലെ? നനഞ്ഞ പാപികൾ പണ്ടത്തെ അതേ പാവ സ്വഭാവമായിട്ട് സ്നാനപ്പെട്ട് കയറി സഭയിലേക്ക് വരും. അപ്പൊ അവരുടെ ജീവിതത്തിൽ യാതൊരു മാനസാന്തരമില്ല, മാറ്റവും ഇല്ല. അവര് അങ്ങനെയുള്ളവരുടെ സഭയിലും കുടുംബങ്ങളിലും ഒരാത്മീയ അന്തരീക്ഷം ഉണ്ടാവില്ല. അവരെപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും. ശരിയായിട്ടുള്ള മാനസാന്തരം രക്ഷയൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകൾ അവരുടെ ചിന്ത എപ്പോഴും അവർക്ക് ദാനമായിട്ട് കിട്ടിയ രക്ഷയുടെ മഹത്വത്തെ പറ്റിയും അതിന്റെ വലിപ്പത്തെ പറ്റിയും ആഴത്തെ പറ്റിയും ഒക്കെ ആയിരിക്കും. ഇത്രയും വലിയ രക്ഷ തന്ന കർത്താവിന് ഇനി ഞാൻ എന്ത് പകരം കൊടുക്കും എന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ. അങ്ങനെയുള്ള ചിന്തകളുള്ള, അങ്ങനെ രക്ഷിക്കപ്പെട്ട ആളുകൾ, സഭയോട് ചേർന്ന ആളുകൾ ഒന്നിച്ചു വസിക്കുന്ന കുടുംബം അതൊരു സ്വർഗത്തിന്റെ ഒരു ചെറിയ പതിപ്പായിരിക്കും, അല്ലേ? അതാണ് യഥാർത്ഥമായിട്ട് ആത്മീയ അന്തരീക്ഷമുള്ളൊരു കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ കുടുംബങ്ങളിലും ഉള്ള എല്ലാ മനുഷ്യരും ഒരുപോലെ ആത്മീയരാവില്ല എന്ന് പറഞ്ഞാല് ഓരോ വ്യക്തികളുടെ അവരുടേതായ വ്യക്തിത്വങ്ങളുണ്ടല്ലോ, വ്യത്യാസങ്ങളുണ്ട്. രക്ഷിക്കപ്പെട്ടതായിരിക്കും, എന്നാലും കുറെ ജഡത്തിൻ്റെതായ സ്വഭാവമൊക്കെ ഉള്ള ആളുകളുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ സാഹചര്യം, അന്തരീക്ഷം എപ്പോഴും മാറിക്കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് യോഹന്നാന്റെ ഒരു ഉദാഹരണം നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്. ലാസറിന്റെ ഭവനത്തിൽ അവർ കർത്താവിന് വേണ്ടി ഒരു അത്താഴം ഒരുക്കി. അവിടെ മാർത്ത ശുശ്രൂഷ ചെയ്തുകൊണ്ട് ലാസർ കർത്താവിനോടുകൂടെ പന്തിയിലിരുന്നു. അപ്പൊ മറിയ വിലയേറിയ സത്യജടമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. അപ്പൊ ആ കുടുംബത്തിലിരിക്കുന്ന എല്ലാവരും നല്ല ഭക്ഷണം കഴിക്കുകയാണ്, കർത്താവിന് വേണ്ടി ഒരുക്കിയതാണല്ലോ. അപ്പൊ ആ കൂടെ വന്നിട്ടുള്ള എല്ലാവരും അതിൽ പങ്കെടുത്ത് നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നല്ല തൈലത്തിന്റെ സുഗന്ധം അവിടെ എല്ലാം പരക്കുന്നത്. അപ്പം ഭക്ഷണം ആസ്വദിക്കുന്നു, നല്ല സുഗന്ധം ആസ്വദിക്കുന്നു, എല്ലാവരും നല്ലൊരു മൂടിൽ അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരാൾ അവിടെ എഴുന്നേറ്റിട്ട് ഒരു കുറ്റം പറിച്ചില്ലേ, ഈ ഇത്രയും കാശ് വെറുതെ കളയേണ്ട കാര്യമില്ലായിരുന്നു, അത് വിറ്റ് പാവങ്ങൾക്ക് കൊടുത്തായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് കണ്ടോ അവിടുത്തെ ആ അന്തരീക്ഷം അങ്ങോട്ട് മാറുകയാണ്, അല്ലേ? ആ കുടുംബത്തിലെ അതുവരെ വേറൊരു രീതിയിൽ പൊക്കൊണ്ടിരുന്ന് പെട്ടെന്ന് ഒരാളുടെ ഒരു ഇടപെടൽ കാരണം
അവിടുത്തെ അന്തരീക്ഷത്തിന് മാറ്റം വരും. ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലും വ്യത്യാസങ്ങൾ. നമ്മൾ കർത്താവിന് വേണ്ടി ഇത് ചെയ്തു ആത്മീയമായിട്ട് നല്ലൊരു നിലയിൽ നമ്മുടെ കുടുംബത്തെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പം അവിടെ തന്നെയുള്ള ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും. അപ്പോഴത്തേക്കും നമുക്കൊരു ആകെ ആടി വലിച്ചില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മളെ അങ്ങനെ അഭിനന്ദിച്ചില്ലെങ്കിൽ പോലും വിമർശിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മുടെ കുടുംബത്തിൽ തന്നെ. എന്തെങ്കിലും കാര്യം കുറ്റം പറഞ്ഞോ, എന്തെങ്കിലും പ്രശ്നം സഭയിലും കാണും അങ്ങനെ തന്നെ. അപ്പൊ അവിടെ മറിയ എന്താ ചെയ്തപ്പം? മറിയ ഒന്നും മിണ്ടിയില്ല അല്ലെ. ഈ യൂദാസ് ഇസ്കാരിയോത്ത് ഇങ്ങനെ കുറ്റം പറഞ്ഞപ്പം മറിയ അതിനെപ്പറ്റി യാതൊരു ന്യായവും പറഞ്ഞില്ല. പക്ഷെ അവളെ സപ്പോർട്ട് ചെയ്ത് കർത്താവ് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ചെയ്യാനുള്ള, കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി, കർത്താവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മാക്സിമം നമ്മൾ ചെയ്യുക. മറ്റുള്ളവർ നമ്മളെ അഭിനന്ദിച്ചില്ലെങ്കിലും വിമർശിക്കും എന്നുള്ള ബോധ്യത്തോടെ തന്നെ ചെയ്യുക. അപ്പം ചെയ്തു കഴിയുമ്പം വിമർശനം വരുമ്പം മൗനമായിരിക്കുക. കർത്താവ് നമുക്ക് സപ്പോർട്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ചിന്തിക്കുക. അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയ അന്തരീക്ഷം സൂക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ യൂദാസിനെ പോലെ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും ഉണ്ടായിരിക്കും, പലര് കാണും. അപ്പൊ അതാരാ എന്റെ വീട്ടിലെ പ്രശ്നക്കാരെന്ന് അന്വേഷിക്കണ്ട, ഞാനാണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഞാനാണോ ആണെങ്കിൽ ഞാനാകരുത്. അപ്പൊ നമ്മൾ മാനസാന്തരപ്പെടുക എന്നുള്ളത്. ഞാനാണോ ഈ കൂട്ടത്തിൽ കൂടാതെ പ്രശ്നം ഉണ്ടാക്കുന്ന വ്യക്തി എന്നുള്ളത് നമ്മളെ തന്നെ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഈ കുടുംബത്തിലെ ഓരോ വ്യക്തികളും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറഞ്ഞവരായാൽ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ഈ പരിശുദ്ധാത്മാവിന്റെ ഫലം അത് നമുക്കുള്ള വലിയൊരു ആയുധമാണ്, നമുക്കുള്ള സഹായമാണ് നമ്മുടെ പരീക്ഷയിലും പ്രതിസന്ധിയിലൊക്കെ നിൽക്കാൻ. ഈ പോയിന്റ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ആളുകളായിരിക്കും ആത്മീയ അന്തരീക്ഷമുള്ള കുടുംബത്തിലുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ആത്മാവിന്റെ ഫലം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും കാണാപ്പാഠം പഠിച്ചിട്ടുള്ള വാക്യമാണ് ഗലാത്യർ 5:22 മുതൽ 23 വരെയുള്ള വാക്യം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. അല്ലെ, ഇതെല്ലാം ഒറ്റ ഫലം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ മനസ്സിലാകാൻ പാകത്തിന് പറഞ്ഞാൽ ഉദാഹരണം തെറ്റായിരിക്കും, എന്നാലും മനസ്സിലാക്കിയാൽ മതി. ഒരു ഓറഞ്ച് ഒറ്റ ഒരു ഫ്രൂട്ടാണ്, അതിനകത്ത് കുറെ അല്ലികളുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഇതെല്ലാം. ഇതൊരൊറ്റ ഫ്രൂട്ടാണ് അതിനകത്തുള്ളതാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉണ്ടായിരിക്കണം. ഇതില്ലാത്ത ഒരു വ്യക്തിയും ഉണ്ടാവില്ല. പിന്നെ ഏറ്റക്കുറച്ചിൽ കാണും ഓരോ കാര്യത്തിലും, സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ദീർഘക്ഷമയുടെ കാര്യത്തിലൊക്കെ ഏറ്റക്കുറച്ചിൽ കാണും. അത് നമ്മൾ വളർത്തി കൊണ്ടുവരണം. അത് നമ്മുടെ സ്വഭാവത്തിന്റെ വളർച്ചയാണത്. ഈ ആത്മാവിന്റെ ഫലത്തിലുള്ള വളർച്ച എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്വഭാവത്തിലുള്ള വളർച്ചയാണ്. അതിൽ വളർന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുടുംബാന്തരീക്ഷം ആത്മീയമായിട്ട് സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതില് ചുരുക്കമായിട്ട് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം ഭാര്യയും ഭർത്താവും തമ്മിൽ, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റുള്ളവർ തമ്മിൽ സ്നേഹം ഇല്ലാത്ത ഒരു ഭവനത്തിൽ ആത്മീയ അന്തരീക്ഷം ഉണ്ടാവുമോ? ഒരു സംശയവും ഇല്ല, ആത്മീയ അന്തരീക്ഷം ഉണ്ടാവില്ല. സ്നേഹം കഴിഞ്ഞ് സന്തോഷം നമ്മൾ വിശ്വാസികളുടെ സന്തോഷം ഏത് കാര്യത്തിലായിരിക്കുന്നത്? ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലല്ല, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെ, നിത്യതയോട് ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ സന്തോഷം ഇരിക്കുന്നത്. അപ്പൊ ഒരു കാരണവശാലും ഒരിക്കലും നമുക്ക് സന്തോഷം ഇല്ലാത്തൊരവസ്ഥ വരേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നം വന്നാലും നമുക്ക് സന്തോഷം ഉണ്ടാവും. കാരണം നമ്മുടെ സന്തോഷം കണക്ട് ചെയ്തിരിക്കുന്നത് നിത്യതയുമായും കർത്താവുമായിട്ടും ബന്ധപ്പെടുത്തിയാണ്. അതുപോലെ സമാധാനം, കർത്താവ് പറഞ്ഞു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്ന പോലെയല്ല. അപ്പൊ കർത്താവ് സമാധാനം തന്നിട്ട് പോയി. പക്ഷെ നമ്മുടെ സമാധാനം എവിടെ പോയി? നമുക്ക് തന്ന സമാധാനം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്കൊരു സമാധാനമില്ല, കർത്താവ് തന്നിട്ട് പോയിട്ടുമുണ്ട്. അപ്പൊ അത് നമ്മുടെ കയ്യിലെ കുഴപ്പമാണ്. കർത്താവിൽ വിശ്വസിക്കുക, നമ്മൾ സമാധാനം ഉള്ളവരായിട്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെന്താ? ദീർഘക്ഷമ പോയിട്ട് പുണ്യക്ഷമ പോലും നമുക്ക് പലപ്പോഴും ഇല്ല. അതുകൊണ്ട് നമുക്ക് ആത്മീയ അന്തരീക്ഷം സൂക്ഷിക്കാൻ പറ്റാതെ പോകാറുണ്ട്. ക്ഷമയില്ലാത്തവർ ജീവിക്കുന്ന ഇടത്ത് ഒരിക്കലും ആത്മീയ അന്തരീക്ഷം നിലനിർത്താൻ സാധിക്കില്ല. അതുപോലെ സൗമ്യതയെ പറ്റി പറയുന്നത്, കോപിക്കേണ്ട കാര്യത്തിന് കോപിക്കേണ്ട അളവിൽ മാത്രം, കോപിക്കേണ്ടത്ര സമയത്തേക്ക് മാത്രം കോപിക്കുന്നതിനാണ് സൗമ്യത എന്ന് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ കോപിക്കേണ്ട കാര്യങ്ങൾക്ക് കോപിക്കണം. ആരോട് കോപിക്കണം? അവരോട് മാത്രം. കോപിക്കേണ്ടത്ര സമയത്തേക്ക് മാത്രം.
അത്ര അളവിൽ മാത്രം. അതിനാണ് സൗമ്യത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ദ്രിയ ജയം, നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവ്. നമ്മുടെ കണ്ണ് കാണാൻ പാടില്ലാത്തത് കാണാൻ പോകരുത്, ചെവി കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാൻ പോകരുത്, നമുക്ക് രുചിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ രുചിക്കാനോ കഴിക്കാനോ പാടില്ല. അപ്പൊ അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നമ്മൾ നിയന്ത്രിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ള മനുഷ്യരാണെങ്കിൽ മാത്രമേ നമ്മളുടെ കുടുംബത്തിൽ ആത്മീയ അന്തരീക്ഷം നിലനിൽക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞത്, പ്രശ്നങ്ങൾ വരുമ്പോ ജീവിത പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരും നമുക്ക് എന്തായാലും. അപ്പൊ അതിനെ ആത്മീയമായിട്ട് നേരിടുന്നവരാണെങ്കിൽ മാത്രമേ നമ്മളുടെ കുടുംബം നല്ല രീതിയിൽ മുമ്പോട്ട് പോവുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, രക്ഷിക്കപ്പെട്ടവരാണ്, കർത്താവിന്റെ സഭയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. ആർക്കും വിശ്വാസികൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്ങനെ വന്നത് അവിശ്വാസികളും ചോദിക്കും, നിങ്ങളുടെ ദൈവം എവിടെ? നമ്മളും ഓർക്കും, ദൈവം എന്തി എന്നെ ഉപേക്ഷിച്ചോ? അപ്പം രക്ഷിക്കപ്പെട്ടവരാണ്, ദൈവമക്കളാണെന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ വരരുതെന്നാണ് നമ്മുടെ ഒരു ചിന്ത. ഇനി അഥവാ വന്നാൽ തന്നെ കർത്താവ് അന്നേരെ ആദ്യത്തെ പ്രാർത്ഥനയിൽ തന്നെ അതെല്ലാം മാറ്റി സോൾവ് ചെയ്ത് തന്നോണം. ഇല്ലെങ്കിൽ പിന്നെ ഈ വചനവും സഭയും ആൾക്കാരും ഒക്കെ ആയിട്ട് നടക്കുന്നതിലൊന്നും ഒരു അർത്ഥവും ഇല്ല. ഉടനെ പിന്മാറ്റത്തിൽ പോവാണ്, സഭയിലുള്ളവരോട് വണങ്ങുന്നു, കുടുംബത്തിൽ അലോഹ്യം ഉണ്ടാക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നോക്കാം. മറിയ, യേശുവിന്റെ അമ്മ മറിയ. യേശുവിന്റെ അമ്മ മറിയ നമ്മളെപ്പോലെ തന്നെ കർത്താവ് പറഞ്ഞൊരു ദൗത്യം ഏറ്റെടുത്തു. നമ്മളെല്ലാരും വിട്ടെറിഞ്ഞൊക്കെ വിശ്വാസത്തിലേക്ക് വന്നാണല്ലോ. അപ്പൊ എന്ന് പറഞ്ഞാല് യേശുവിന്റെ അമ്മ മറിയയുടെ ദൂതം വന്ന് പറഞ്ഞു, ദൈവോത്തരനെ ഗർഭം ധരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പം മറിയ ഓക്കെ പറഞ്ഞു അല്ലേ. അത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതിന്റെ പുറകിൽ വളരെ പ്രശ്നങ്ങളുണ്ട്. എന്ത്? വിവാഹത്തിന് നിശ്ചയിച്ചതാണ്, വിവാഹം ചിലപ്പം മുടങ്ങും, പിന്നെ വ്യഭിചാര കുറ്റത്തിന് കല്ലെറിഞ്ഞ് കൊല്ലാൻ സാധ്യതയുണ്ട്, അതൊക്കെയുണ്ട്. എന്നാലും മറിയ അങ്ങ് സമ്മതിച്ചു. നമ്മളെപ്പോലെ തന്നെ അല്ലെ, പല പ്രശ്നങ്ങളുണ്ടാകുന്ന കണ്ടുകൊണ്ടാണ് നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നത്. ഓക്കെ, അപ്പൊ ദൈവത്തിന്റെ കൃപയാൽ വിവാഹം മുടങ്ങിയില്ല, ജോസഫ് ഉപേക്ഷിച്ചില്ല. അതുപോലെ തന്നെ വ്യഭിചാര കുറ്റത്തിന് കല്ലെറിഞ്ഞ് കൊന്നുമില്ല. അപ്പൊ ഇനി ഒരു കുഴപ്പമില്ല, ദൈവപുത്രനെ വളർത്തി ജോസഫിന്റെ ഭാര്യയായിട്ട് അങ്ങ് ജീവിച്ചാൽ മതിയല്ലോ, ഇല്ല ഒരു കുഴപ്പമില്ല എന്ന് മറിയ വിചാരിച്ച് കാണും. പക്ഷെ ദൈവാലയത്തിലേക്ക് ചെന്നു ശിശുവായ യേശുവിനെ കൊണ്ട് ചെന്നപ്പോ ശിമയോ അവിടെ പ്രവചനം നടത്തിയത്, നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാൾ കടക്കും. അന്നേരം എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. എന്നാന്ന് ചോദിച്ചുമില്ല, ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടിന്ന് പോകുന്നു. പക്ഷെ അതിന് പിന്നീട് നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഗർഭിണിയായ മറിയയ്ക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ജീവിതത്തിൽ നേരിട്ടെന്ന് നോക്കി. ഒന്ന് സ്വസ്ഥമായിരിക്കാമല്ലോ, പേരച്ചാർത്തലിന് വേണ്ടി ദൂരെ യാത്ര ചെയ്യണം. അതെങ്ങനെയാ പോണെ? നമ്മളിന്ന് പോണേ ഗർഭിണികളെ അടക്കാണ്ട് AC കാറിൽ കൊണ്ടുപോകും. അതുപോലെയൊന്നും അല്ലല്ലോ, നടന്നായിരിക്കും, അല്ലെ കഴുതപ്പുറത്തോ എങ്ങനെയാ പോയെന്ന് അറിയത്തില്ല. അന്ന് വാഹന സൗകര്യം ഏതായാലും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കഷ്ടപ്പാട്, യാത്രയുടെ ബുദ്ധിമുട്ടുകള്, ഡ്രസ്സ് മാറണമെങ്കിലൊക്കെ അതെല്ലാം ചുമന്നുകൊണ്ട് പോകണം. അതെല്ലാം ആയിട്ട് പോയി. അതിനിടയ്ക്ക് പ്രസവത്തിൽ നോക്കാൻ ആരാ ഉള്ളേ? നമ്മളൊക്കെ അമ്മമാരായിട്ടുള്ളവരാ, നമ്മളെയൊക്കെ നോക്കാൻ ആൾക്കാരുണ്ടായിരുന്നു അല്ലേ. നമ്മളൊരു ദൈവപുത്രനെ അല്ല പ്രസവിച്ചത്, പക്ഷെ നമുക്ക് എത്ര പേരും നോക്കാനുണ്ടായിരുന്നു, നമുക്ക് ആവശ്യമായ മരുന്നുകളുണ്ടായിരുന്നു, പരിചരണം കിട്ടി, എല്ലാം കിട്ടി. പക്ഷെ ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ച ഭാഗ്യവതി, ഇനി മുതൽ ഇന്ന് എല്ലാവരും ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നൊക്കെ എലിസബത്തിന്റെ അടുത്ത് പോയെന്ന് പാടിയിട്ട് വന്നാല് നല്ല ഭാഗ്യല്ലേ. എന്തെല്ലാം പ്രശ്നങ്ങളാണ് മറിയയുടെ ജീവിതത്തിൽ വന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്തോറും എനിക്ക് ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ ഓർക്കും, എന്തുകൊണ്ട് കർത്താവ് ഇത്ര ഒരു സംരക്ഷണം, ഒരു നല്ല സാഹചര്യം ഒരുക്കി കൊടുത്തില്ല എന്നൊക്കെ. മറിയ ചോദിച്ചില്ല, നമ്മളാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നല്ലേ. അപ്പൊ ഇതാണ്. അപ്പൊ അങ്ങനെയുള്ള അതെല്ലാം കഴിഞ്ഞിട്ടും അപ്പം പ്രസവം കഴിഞ്ഞു, കൊച്ചുണ്ടായി, കൊച്ചിനെ വളർത്തി വന്നു കഴിയുമ്പം തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിക്കാനിരിക്കൊണ്ട് യേശു എന്ന് പേരണം. പക്ഷെ പാപങ്ങളിൽ നിന്ന് എങ്ങനെയാണ് മോചിക്കുന്നത്? ദൈവപുത്രനായതുകൊണ്ട് നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മോചിപ്പിക്കുന്നതാണോ? മറിയയ്ക്കൊന്നും അറിയത്തില്ല അല്ലേ, ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. തന്റെ പ്രിയപുത്രനെ ഇങ്ങനെ കുരിശിൽ തറച്ച് പാപികളെ പോലെ ഒരു ശപിക്കപ്പെട്ടവനായിട്ട് ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ നിർത്തുമെന്നോ, ഇങ്ങനെയൊരു ശാപം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നോ ഒന്നും മറിയ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ ഇതെല്ലാം മറിയയുടെ ജീവിതത്തിൽ വന്നു.
എങ്ങനെ മറിയയ്ക്ക് അന്നേരം ഒന്നും ഒരു പരാതിയില്ലാതെ ആ മാതാവിന് അങ്ങനെ നിൽക്കാൻ സാധിച്ചു എന്ന് ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, മറിയയ്ക്ക് വചനം നന്നായിട്ട് അറിയാമായിരുന്നു, ദൈവത്തെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. കാരണം ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ആത്മീയ ഗീതം അവിടെ സ്തോത്രഗീതം പാടി ഉത്സവത്തിന്റെ അടുത്ത്. അവിടെ ദൈവത്തെക്കുറിച്ച് പല കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം മറിയയ്ക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറിയയുടെ മനോഭാവം, ദൂതൻ വന്നു പറഞ്ഞപ്പോൾ മറിയ പറഞ്ഞെന്ത്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ. അത് ഞാൻ വിചാരിക്കുന്നു അത് മറിയയുടെ അന്നേരത്തെ ഒരു വാക്ക് മാത്രമായിരുന്നില്ല, അത് അവളുടെ ജീവിതകാലം മുഴുവനുള്ള ഒരു മനോഭാവമായിരുന്നു. അപ്പൊ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി, ഓരോ പ്രശ്നം വരുമ്പോഴും ഈ മറിയ കർത്താവിനോട് പറഞ്ഞാണ്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ മാത്രമേ, അങ്ങനെ പറയുന്നവർക്ക് മാത്രമേ വെറുതെറുപ്പില്ലാതെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്കും ആവശ്യമുള്ള മനോഭാവം ഇതാണ്. നമ്മളുടെ ജീവിതത്തിലും നേരത്തെ ജോവാന ക്ലാസ്സിൽ പറഞ്ഞു, ദൈവം അനുവദിച്ചിട്ടല്ലാതെ ഒരു പ്രശ്നവും നമ്മളുടെ ജീവിതത്തിൽ വരുന്നില്ല. അപ്പൊ നമ്മളുടെ മനോഭാവം എന്തായിരിക്കണം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് സമാധാനമുണ്ട്, ദൈവത്തിന് നമ്മളിൽ പ്രസാദം ഉണ്ടാവും. അപ്പൊ പിന്നീട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴുള്ള ഈ കഷ്ടങ്ങൾ മാത്രം ഇതുകൊണ്ട് അങ്ങ് തീർന്നു പോകുന്നതല്ല നമ്മളുടെ ജീവിതം. നമ്മളുടെ ജീവിതം നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇവിടം കൊണ്ട്, ഈ ചെറിയ കഷ്ടങ്ങൾ കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല നമ്മുടെ ജീവിതം എന്ന് നമ്മൾ ഓർക്കേണ്ട ആവശ്യമുണ്ട്. മറിയയെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കുമ്പോഴും ആ കഷ്ടങ്ങളൊക്കെ അന്നേരം കഴിഞ്ഞു പോയില്ലേ. ഇനിയും വരാനുള്ള എല്ലാ തലമുറകളും ഈ മറിയയെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ആ കാര്യത്തിന് മാറ്റമൊന്നുമില്ല. മറിയയുടെ ആ വിശ്വാസം, ആ പ്രത്യാശയ്ക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ വേറെ അത്രയും ഭാഗ്യവതിയായിട്ടുള്ള ഒരു സ്ത്രീയും ഈ ലോകത്തിലില്ല. മൂന്നാമതായിട്ട്, ആത്മീയ അന്തരീക്ഷമുള്ള കുടുംബം ദൈവത്തോടുള്ള ബന്ധം നിലനിർത്താനും വളർത്താനും സാഹചര്യമുള്ള കുടുംബമാണ്. ഒരു കുടുംബത്തിലെ മാതാപിതാക്കൾ അല്ലെങ്കിൽ മുതിർന്ന വിശ്വാസികൾ മാതൃകയായിട്ട് ജീവിച്ചാൽ മാത്രമേ ബാക്കിയുള്ളവരെ ആത്മീയരാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നമ്മളുടെ മക്കൾക്കും നമ്മളെ കാണുന്ന മറ്റുള്ളവർക്കും ഒക്കെ തെറ്റായിട്ടുള്ള സന്ദേശം നൽകും. നമ്മൾ സ്കൂളിൽ പിള്ളേരെ പഠിപ്പിക്കാറുണ്ട്. സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിലും പഠിപ്പിക്കും അല്ലേ. അപ്പൊ നമ്മൾ പറയും, ജലം അമൂല്യമാണ്, വൈദ്യുതി അമൂല്യമാണ്, ഇതൊന്നും പാഴാക്കാൻ പാടില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, ഉള്ള ലൈറ്റും ഫാനെല്ലാം തെളിച്ചിടും, ശ്രദ്ധയില്ലാതെ വെള്ളം ആവശ്യക്കും ഇല്ലാതെ ചെലവാക്കും. അപ്പൊ അത് കാണുന്ന പിള്ളേരെന്ത് മനസ്സിലാക്കും, ഇതൊക്കെ പഠിച്ച് പരീക്ഷ എഴുതിയാൽ മതി, നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാമെന്ന് അവർ മനസ്സിലാക്കും. അതുപോലെ തന്നെയാണ് ദൈവവചനം പഠിക്കുമ്പോഴും. ദൈവവചനം പഠിച്ചിട്ട് അതനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ മക്കളും നമ്മൾ കാണുന്ന മറ്റുള്ളവരും എന്ത് മനസ്സിലാക്കും, ഇതൊക്കെ പഠിച്ച് തലേ സ്റ്റോക്ക് ചെയ്താൽ മതി, ജീവിതത്തിലേക്ക് ഇതൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നല്ല, അങ്ങനെ കൊണ്ടുവരുന്നില്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ആത്മീയമായിട്ടുള്ളൊരു പുരോഗതി ഉണ്ടാവില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 2:1 ഇങ്ങനെ കാണുന്നുണ്ട്, കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്. ഇന്ന് പല സഭകളിലൊക്കെയുള്ള യൂത്ത്സിനെയും ഒക്കെ മിക്കവാറും നോക്കിക്കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ പിന്നാലെ അവർ സഭയിലേക്ക് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അവർ പഠിക്കുന്ന വചനോ ഒന്നും അവരുടെ ഹൃദയത്തിലില്ല, അവരുടെ ജീവിതത്തിലേക്ക് ഇതൊന്നും വന്ന് നമ്മൾ കാണുന്നില്ല. അപ്പം ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധമോ ദൈവാശ്രയമോ ഒന്നും ഇല്ലാതെ വളർന്നു വരുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അവര് വീട് ആടി ഒലഞ്ഞ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പഠിക്കുന്നതും പറയുന്നതിനനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ, ആത്മീയ അന്തരീക്ഷം നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ ഈ പറയുന്നത് പോലെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു കുടുംബത്തിലാണ് ആത്മീയമായിട്ടൊരു നിലനിൽപ്പുള്ളൂ, അതിൽ വളർച്ചയുണ്ടാകുള്ളൂ. അപ്പൊ പുതിയ നല്ലൊരു അച്ചടക്കം, ആത്മീയ അച്ചടക്കം നമുക്ക് ആവശ്യമാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വചനപഠനം, പ്രാർത്ഥന തുടങ്ങിയിട്ടുള്ള സകല കാര്യങ്ങളും കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നവർക്കാണ് ആത്മീയമായിട്ട് നിലനിൽക്കാൻ സാധിക്കുക അല്ലെ. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് സമയം കിട്ടിയാൽ ദൈവവചനം വായിക്കുക, പ്രാർത്ഥിക്കാം, കുടുംബ പ്രാർത്ഥന നടത്താം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുടുംബങ്ങളിലുള്ളവർ ആത്മീയമായിട്ട്
പുറകോട്ട് പോകാനാണ് സാധ്യത. അപ്പൊ നമ്മുടെ ജീവിതത്തില് പാട്ടുകൾക്ക് വലിയ സ്ഥാനമുണ്ട്. പാട്ട്, ആത്മീയ ഗീതങ്ങൾ. അപ്പൊ ആത്മീയ ഗീതങ്ങൾ നമുക്ക് എഴുതാൻ എല്ലാവർക്കും ഒന്നും കഴിവില്ല അല്ലേ, പാട്ട് എഴുതാൻ കഴിവില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ട് ദൈവത്തോടുള്ള നന്ദിയും സ്തുതിയും ഇതൊക്കെ. ഓരോ പാട്ടുകൾ കേൾക്കുമ്പം ഞാൻ ഓർക്കും, ഇത് ഞാൻ വിചാരിച്ച കാര്യമാണല്ലോ ദൈവത്തോട് പറയണമെന്ന്. പാട്ടായിട്ട് വന്നാലും പാട്ട് എഴുതാൻ കഴിയും. അപ്പം നമ്മൾ ദൈവത്തോട് പറയണമെന്ന് ആഗ്രഹിച്ച ദൈവത്തോട് പറയുന്ന കാര്യങ്ങളായിരിക്കും വേറെ എഴുതാൻ കഴിവുള്ള ആളെ എഴുതി വെച്ചിട്ട് പാടി കേൾക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അനുഭവം തന്നെയാണ്, അവരും ആ അനുഭവത്തിൽ കൂടെ പോയിട്ടാണ് അവർ ആ പാട്ട് എഴുതിയത്. അപ്പോൾ നമ്മുടെ അനുഭവങ്ങൾ ഓർത്ത് ആ പാട്ടുകാരോട് ചേർന്ന് നമുക്കും പാടി ദൈവത്തെ ആരാധിക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ രാവിലെയൊക്കെ മിക്കവാറും പാട്ടുകൾ വെക്കാറുണ്ട്. അതിന് രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്നാമത് പിള്ളേരെ എഴുന്നേറ്റ് വരുമ്പം ഈ ആത്മീയ ഗീതങ്ങൾ കേട്ടോണ്ട് അതൊന്നും നല്ലൊരു കാര്യമാണല്ലോ. പിന്നെ നമ്മൾ പണി ചെയ്യുമ്പോൾ നമുക്ക് വേറെ അന്യചിന്തകളും ചെറുവെറുപ്പും മനുഷ്യമൊന്നും വരാതിരിക്കും. നല്ല ആത്മീയ ഗീതങ്ങളൊക്കെ കേട്ടോണ്ട് ഇരിക്കുകയാണ് നമ്മുടെ മനസ്സിലേക്ക് മറ്റ് ചിന്തകൾ വരാതെ നമ്മളെ തന്നെ നല്ല രീതിയിൽ നിലനിർത്താൻ സാധിക്കും. അതുപോലെ തന്നെ മെസ്സേജുകൾ, ഇപ്പം യൂട്യൂബും ഫോണൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ പണികൾ ചെയ്യുമ്പോൾ തുണി മടക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെറിയ മെസ്സേജുകൾ, പേറ്റിച്ചാൻ്റെ മെസ്സേജൊന്നും ആ നേരത്ത് വെക്കാൻ പറ്റില്ല. ഭയങ്കര അതൊക്കെ ചില ആഴം കൂടിയപ്പോൾ നമുക്ക് ലൈറ്റായിട്ടുള്ള മെസ്സേജുകൾ നമുക്കൊരു റിലാക്സേഷനും ആകും, ദൈവവചനം കേൾക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള എന്നാൽ ഉപദേശപ്പെശകില്ലാത്ത ആളുകളുടെ ക്ലാസ്സുകൾ കേൾക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. അപ്പം ഇങ്ങനെ ആത്മീയ ഗീതങ്ങളും മെസ്സേജുകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെ അനുഗ്രഹവും പ്രയോജനമായിരിക്കും. അപ്പൊ ദൈവത്തിന് ഒന്നാം സ്ഥാനം, ദൈവത്തിനും ദൈവവചനത്തിനും ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്നവർക്കാണ് ആത്മീയ വളർച്ച ഉണ്ടാകുള്ളൂ. ഒന്നാം സ്ഥാനം കൊടുക്കുക, അങ്ങനെയുള്ളവരുടെ ഭവനത്തിൽ ആത്മീയ അന്തരീക്ഷം നിലനിൽക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരാൾക്കൊരു മനോഹരമായ ഫ്ലവർ വേസ് കിട്ടി. ഫോറിൻ, നമ്മുടെ കടയിലൊക്കെ മേടിക്കാൻ നിന്നാൽ വലിയ ഭംഗിയുള്ളതൊന്നും കിട്ടില്ല. ഫോറിൻ ഫ്ലവർ വേസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി. അത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞു, ഷോക്കേസിൽ കൊണ്ടുവച്ചു. അപ്പം നോക്കിയപ്പോൾ ഷോക്കേസ് കൊള്ളില്ല, ഈ ഫ്ലവർ വേസ് വെക്കാൻ പറ്റിയ ഗ്ലാമർ ഇല്ല ഷോക്കേസിന്. അപ്പം പിന്നെ ഷോക്കേസ് പെയിന്റ് അടിച്ച് വൃത്തിയാക്കി. അങ്ങനെ നോക്കിയപ്പം ബാക്കി വീടിൻ്റെ ഭിത്തിയൊന്നും കൊള്ളുകയല്ല, ഷോക്കേസും ഈ ഫ്ലവർ വേസും നല്ല ഭംഗി. അപ്പൊ എന്ത് ചെയ്തു, മൊത്തം ഭിത്തി പെയിന്റ് അടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഭിത്തിയെല്ലാം പെയിന്റ് അടിച്ചു. അത് കഴിഞ്ഞപ്പോൾ തറ കൊള്ളുകയില്ല, അങ്ങനെയാണ് തറ ടൈൽസ് ഇട്ടു, പിന്നെ കർട്ടൻ മാറ്റി. അങ്ങനെ ഒറ്റ ഫ്ലവർ വേസ് വന്നോടെ ആ വീട് മുഴുവൻ പുത്തനായിട്ട് മാറിയെന്ന് ഞാൻ കേട്ടിട്ടില്ല. എന്ന് പറഞ്ഞ പോലെ കർത്താവിന്റെ വചനത്തിനും ജീവിതത്തിൽ ഒരു പ്രധാന സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ കർത്താവിന് ചേരാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റിയേ ഒക്കെയുള്ളൂ. കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം പുതിയതായിട്ട് മാറും, ആത്മീയമായിട്ട് പുതിയ ഒരു മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് വരാനിടയാണ്. അപ്പം അതുപോലെ തന്നെ ആത്മീയ വളർച്ച ഉണ്ടാകണമെങ്കിൽ സഭായോഗങ്ങൾ, ബൈബിൾ ക്ലാസ്സുകൾ, പ്രെയർ മീറ്റിംഗ്, ഇതൊന്നും യാതൊരു കാരണവശാലും നമ്മളാരും മുടക്കാൻ പാടില്ല. നമ്മൾ പേരൻസ് അങ്ങ് പോകും, പിള്ളേർക്ക് പഠിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ വീട്ടിലിരുത്തും. പക്ഷേ ഇയ്യോബിൻ്റെയും കൊർന്നല്യോസിൻ്റെയും ഒക്കെ മാതൃക നമ്മൾ കണ്ടു. അവർ സർവ്വ കുടുംബത്തോടും കൂടെ, ഭവനത്തിലുള്ള എല്ലാവരോടും കൂടെ, ആത്മീയ കാര്യങ്ങൾക്ക് ഭവനത്തിലുള്ള എല്ലാവരും ഉൾപ്പെടുത്തണം. ഒരാളെപ്പോലും വീട്ടിലിരുത്താൻ പാടില്ല. അവർക്ക് പിള്ളേർക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെ നമ്മൾ ആത്മീയ കാര്യത്തിന് നിർബന്ധിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമാണ്. ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അവർക്ക് വരാൻ താല്പര്യം ഇല്ലെങ്കിൽ അവരെ കൊണ്ടുപോകണ്ട. പക്ഷെ ആത്മീയ കാര്യങ്ങൾക്ക് മക്കളെ നിർബന്ധമായിട്ട് നമ്മൾ കൊണ്ടുപോയിരിക്കണം. പഠനത്തെക്കാളൊക്കെ ഏറ്റവും പ്രാധാന്യം ദൈവത്തിന്റെ വചനത്തിന് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ അമ്മമാർക്ക് അച്ചടക്കമില്ലാതെ ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, ജോലികൾ തീരില്ല. അങ്ങനെ തീരാതെ വരുമ്പം കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ മുടക്കം വരും. അത് നമ്മുടെ കുടുംബത്തിന് നല്ലതല്ല. പിന്നെ നമ്മളുടെ ജീവിതത്തിൽ കുടുംബങ്ങളിൽ കാണുന്നൊരു ആത്മീയ ജീവിതത്തിലുണ്ടാകുന്ന ആത്മീയ അന്തരീക്ഷത്തിന് കോട്ടം വരുത്തുന്ന ഒരു കാര്യമാണ് വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളോടുള്ള മോശമായിട്ടുള്ള പെരുമാറ്റവും അതുപോലെ ഫോണിന്റെ ഉപയോഗമൊക്കെ അല്ലേ. വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കള് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും ചെറുതല്ല അല്ലേ. നമുക്ക് വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളുള്ളവർക്കറിയാം പല പ്രശ്നങ്ങളുണ്ട്. ചിലര് അവരുടെ പണ്ടത്തെ ആ രീതിക്ക് അനുസരിച്ച് തന്നെ ഇപ്പോൾ ഉള്ളവരും ജീവിക്കണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള പ്രായമായ ആളുകളുണ്ട്. അങ്ങനെയാകുമ്പോൾ അത് കുടുംബത്തിൽ പല പ്രായോഗിക ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. അതുപോലെ തന്നെ സോഡിയത്തിൻ്റെ ഒക്കെ കുറവ് വരും പ്രായമായവർക്ക് അല്ലേ. അപ്പം അങ്ങനെയുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ
5 മിനിറ്റ് മുമ്പ് ഭക്ഷണം കൊടുത്തേ കാണുള്ളൂ. അപ്പം പുറത്തുനിന്ന് ആരെങ്കിലും കാണാൻ വരുമ്പം അമ്മച്ചി ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആരോ തരാറുള്ള, ഞാൻ പട്ടിണിയാണ് മോളെ 2 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയൂല്ലേ. അപ്പൊ കൊടുത്തിട്ടങ്ങ് മാറിയ ആൾക്ക് എന്ത് തോന്നും? ഭയങ്കരമായിട്ട് ദേഷ്യവും വെറുപ്പ്. അപ്പൊ അതിന്റെ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ വെറുക്കാതെ സ്നേഹിക്കാൻ സാധിക്കും. പിന്നെ കേൾവിക്കുറവ്, പ്രായമായവർക്കുള്ള പ്രശ്നമാണ് കേൾവിക്കുറവ്. അപ്പൊ അങ്ങനെയുള്ളവര് കേൾക്കാത്ത, നമ്മൾ പറയാത്ത കാര്യങ്ങളൊക്കെ ഊഹിച്ചെടുക്കും. പലതും ഊഹിച്ചാണ് എടുക്കുന്നത്, അവർക്ക് കേൾക്കത്തില്ല. ചുണ്ടിന്റെ ഇതൊക്കെ നോക്കിയാണ് പലപ്പോഴും മനസ്സിലാക്കുന്നത്. അപ്പൊ അവര് നമ്മൾ പറയാത്ത, ഉദ്ദേശിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കൈകാലുകൾക്കൊക്കെ ബലമില്ലാത്ത പ്രായമായവര് എങ്ങനെ നടക്കുക? ഇയർ ബാലൻസ്, ഇപ്പം എല്ലാവർക്കും ഇയർ ബാലൻസ് ഇല്ല. അങ്ങനെയുള്ളവരൊക്കെ നടക്കാൻ ഭിത്തിയേക്കടൊക്കെ പിടിച്ചല്ലേ. അപ്പം ഈ എപ്പോഴും പിടിച്ച് നടക്കുന്ന ഭാഗങ്ങളിലൊക്കെ ചെളി ഒക്കെ പറ്റിയിരിക്കും. നമ്മൾ പെയിന്റ് അടിച്ച് വൃത്തിയാക്കി ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായവരുള്ള വീട്ടിൽ അതൊന്നും നടപടിയുള്ള കാര്യമല്ല. അപ്പം അത് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പം അത് ചിലർ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഫ്ലഷ് ചെയ്യാൻ പറഞ്ഞു പോകും. അതിനെന്നും വഴക്ക് ആൾക്കാർ ഫ്ലഷ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അമ്മച്ചി കേൾക്കില്ല, അപ്പച്ചൻ കേൾക്കില്ല. പക്ഷെ അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അത് അവർക്ക് ഓർമ്മക്കുറവ് വരുന്നോണ്ട് ഫ്ലഷ് ചെയ്തു എന്നോർത്ത് അവർ വരുന്നതാണ്. അപ്പം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും അഭിനയിക്കുന്നതോ അവരുടെ വാശി കൊണ്ട് അവർ നമ്മളെ ഉപദ്രവിക്കാൻ ചെയ്യുന്നതോ ഒന്നും അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അവരോട് കരുണയോടെ ഇടപെടേണ്ട ആവശ്യമുണ്ട്. കർത്താവ് വരാൻ താമസിക്കുകയും നമുക്ക് ആയുസിന് വേണ്ടിയിരിക്കുകയാണെങ്കിൽ നമ്മളെ ഇതിലപ്പുറമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അധികം താമസിക്കാതെ, അതുകൊണ്ട് നമുക്ക് നോക്കാനുള്ള പ്രായമായവരെ നമ്മൾ കരുണയോടെ സ്നേഹത്തോടെ പരിപാലിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിനെ കുറിച്ച് യെശയ്യാ പ്രവചനത്തിൽ പറയുന്ന ഒരു ഇടയൻ തള്ളയാടുകളെ പതുക്കെ നടത്തുന്നു എന്നല്ലേ. തള്ളയാടുകളെ പതുക്കെ നടത്തുന്നു എന്ന് പറഞ്ഞാൽ തള്ളയാടുകൾക്ക് അവരുടേതായ രീതിയിലുള്ള സംരക്ഷണം, അവർക്ക് എന്താണോ വേണ്ടത് അവരുടെ ലെവലിലേക്ക് വന്ന് അവരെ സംരക്ഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം അത് കുടുംബത്തിലെ ആത്മീയ അന്തരീക്ഷം നിലനിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പിന്നെയാണ് നമ്മൾ പറഞ്ഞത് ഫോണിന്റെ ഉപയോഗം. അത് ആത്മീയ അന്തരീക്ഷം വളരെ ദുർബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മൾ സദൃശവാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടി കിടക്കാം അല്ലേ. അപ്പൊ ഇപ്പം ആർക്കും ഉറക്കമില്ല. ഇപ്പൊ എല്ലാരും ഈ ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക, ഫോൺ കാണുക, കേൾക്കുകയായിട്ട്. പിള്ളേർക്കും ഉറക്കമില്ല, വലിയവർക്കും ഉറക്കമില്ല. അപ്പം കുറെ കൂടെ ഉറക്കം എന്ന് പറയുന്നതിൽ ഇന്നത്തെ കാലത്ത് ഇച്ചിരി മാറ്റി പറഞ്ഞാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ. കുറെ കൂടെ ഫോൺ കാണാം, കുറെ കൂടെ ഫോൺ തോണ്ടാം. അങ്ങനെ നമ്മുടെ ദാരിദ്ര്യം വഴിപോക്കരെ പോലെയും നമ്മുടെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. പഠിക്കുന്ന പിള്ളേർക്കും നമ്മളെപ്പോലെ വീട്ടുജോലികൾ ചെയ്യാനുള്ളവർക്കും ഒക്കെ ഫോൺ നോക്കിയിരുന്ന് നമ്മളുടെ ജീവിതം നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന ഒരു സാഹചര്യം. അപ്പം ഓരോ കുടുംബത്തിൽ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ എല്ലാവരും ഭംഗിയായിട്ട് ചെയ്താൽ മാത്രമേ ആ കുടുംബങ്ങളിലെ ആത്മീയ അന്തരീക്ഷം നിലനിൽക്കുകയുള്ളൂ. അപ്പം ഈ ഫോണിന്റെ ഉപയോഗം, അതുപോലെ വൃദ്ധരായിട്ടുള്ള ആളുകളോടുള്ള ഇടപാടുകൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ആത്മീയ അന്തരീക്ഷം നഷ്ടമായി പോകാനിടയാകും. അത് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ വീട്ടിൽ വരുന്ന അതിഥികളുമായിട്ട് ബന്ധപ്പെട്ട വീട്ടിലേക്ക് ആളുകൾ വരുമ്പോൾ വിശ്വാസികളാണെങ്കിൽ നമ്മൾ അവരെ കർത്താവിലുള്ള നമ്മുടെ രക്തബന്ധത്തെ പ്രതി അവരെ കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട ആവശ്യമാണ്. വിശ്വാസികളെ നമ്മൾ മിക്കവാറും എപ്പോഴും കാണുന്നതുകൊണ്ടായിരിക്കും നമുക്ക് അവരോടത്ര വിലയില്ല. പലരും ശല്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ കാണുന്ന ആൾക്കാർ ഉണ്ട്. പക്ഷെ രക്ഷിക്കപ്പെടാത്ത ബന്ധുക്കൾ എവിടുന്നേലും വരുമ്പോഴത്തേക്കും ഭയങ്കര ആഘോഷവും സന്തോഷവും ഒക്കെ അല്ലേ. ശരിക്കും നമ്മളുടെ ബന്ധുക്കൾ ആരാ? നമ്മൾ അവിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ കുടുംബത്തിലേക്ക് വന്ന നമ്മളുടെ ബന്ധുക്കൾ രക്ഷിക്കപ്പെട്ട ആളുകളെ, കർത്താവിൻ്റെ മക്കളാണ്. കർത്താവിൻ്റെ രക്തം വഴിയുള്ള ബന്ധമാണ് നമുക്ക് ഒന്നാമതായിട്ടുള്ളതെന്ന് ഓർത്ത് നമ്മൾ മനഃപൂർവ്വമായിട്ട് സഹവിശ്വാസികളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽ വെച്ച് വിശ്വാസികളെക്കുറിച്ചും മറ്റു മുതിർന്ന ആളുകളെക്കുറിച്ചും എല്ലാം അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവരെ കുറിച്ചൊക്കെ ബഹുമാനത്തോടെ മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ മക്കൾക്ക് തെറ്റായ സന്ദേശം നൽകും. ആരെയും ബഹുമാനിക്കേണ്ട കാര്യമില്ല. സഭയിലുള്ള മൂപ്പനും ആ പുള്ളി അങ്ങനെയാണ് ഇങ്ങനെ. അത് കഴിയുമ്പോൾ പിന്നീട് ഒരു പ്രശ്നത്തിൽ പിള്ളേരായി കഴിയുമ്പം
സഭയിലെ ശുശ്രൂഷകനെ വിളിക്കും, സഹോദര ഒന്ന് വന്ന് സംസാരിക്കാവോ. അപ്പൊ ഈ പയ്യന് എന്തെങ്കിലും ബഹുമാനം ഉണ്ടോ? ആ മൂക്കം വന്നു കഴിഞ്ഞാല് ഒരു ബഹുമാനമില്ല. അത് ആരായിട്ടാ കളഞ്ഞത്? പേരൻസ് ആയിട്ട് നേരത്തെ കുറ്റം പറഞ്ഞ് കളഞ്ഞു വെച്ചേക്കുന്നത്. അപ്പൊ അത് തന്നെ അത് അവരുടെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധിക്ക് കാരണമാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യരെ പറ്റിയും ആരെക്കുറിച്ചും ദോഷം പറയാതെ നല്ലത് മാത്രം സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ നമ്മുടെ ഭവനത്തിൽ വരുമ്പോൾ അവരെ സൽക്കരിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ സംസാര രീതികളും ഇടപാടുകളും ഒക്കെ ആയിട്ട് ആ ഒരു ലെവലിലേക്ക് നമ്മൾ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അവരെ കർത്താവിലേക്ക് നേടണം എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ അവരുമായിട്ട് ഇടപെടേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ആകുമ്പോൾ മനഃപൂർവ്വമായിട്ട് നമ്മൾ സവിശേഷം പറയാനുള്ള വേദി ഒരുക്കും. അതൊക്കെ നമ്മളുടെ മക്കൾക്ക് പല തിരിച്ചറിവുകളും നൽകും. അപ്പൊ ഇത്രയും കേട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ നാളുകളിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊക്കെ പല പരാജയങ്ങളും പറ്റിയിട്ടുണ്ട് അല്ലേ? കുടുംബജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലെ ആത്മീയ അന്തരീക്ഷം നിലനിർത്തുന്ന കാര്യത്തിൽ പല വീഴ്ചകളും പരാജയങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ കേട്ടു സൗരി പറഞ്ഞത്, തീർന്നു പോയി, ഇനി രക്ഷയില്ല നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഉയർത്തെഴുന്നേൽക്കാൻ സമയമുണ്ട്. കാരണം കർത്താവ് നമ്മളുടെ കൂടെയുണ്ട്. മനുഷ്യർക്ക് അസാധ്യമാണ്, പക്ഷെ ദൈവത്തിന് സാധ്യമാണ്. അപ്പൊ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ ദൈവം കൃപ തരും. യേശുവിന്റെ അമ്മ മറിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? എല്ലാ കഷ്ടങ്ങളിലും ഒരു വാക്കും പിറുപിറുക്കാതെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഏറ്റവും വിജയിയായിട്ട് നിന്നു. കാരണം എന്താ? ദൂതൻ അഭിസംബോധന ചെയ്തത് എന്താ? മറിയെ കൃപ ലഭിച്ചവളെ എന്നാണ്. കൃപ ലഭിച്ചത് അല്ലേ? കൃപ അങ്ങനെ അതുപോലെ കൃപ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കും ഇതെല്ലാം സാധിക്കും. അപ്പൊ ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവസാനമായിട്ട് ഒറ്റ വാക്യം മാത്രം വായിച്ച് ഞാൻ എൻ്റെ ഈ ശുശ്രൂഷയിൽ നിർത്താം. അപ്പോസ്തല പ്രവൃത്തികൾ 4:33, 4:32-33. അവിടെ ആ സഭയെക്കുറിച്ച് പറയാണ്, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. അപ്പൊ കണ്ട, ഒരു സഭയിലെ ആളുകൾ എന്ന് പറഞ്ഞപ്പോൾ വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്, വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരാണ്, പല തരക്കാരാണ് സഭയിലുള്ളത്. പക്ഷെ ആ സഭയിലുള്ളവരെല്ലാം ഏക മനസ്സും ഏക ഹൃദയം ഉള്ളവരായി, ഏക ഹൃദയവും ഏക മനസ്സുള്ളവരായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരെ ഏക മനസ്സും ഏക ഹൃദയമുള്ളവരാക്കി നിർത്താൻ പരിശുദ്ധാത്മാവിന് സാധിക്കുമെങ്കിൽ നമ്മളുടെ കുടുംബങ്ങളിലുള്ള എല്ലാവരെയും ഒറ്റ മനസ്സും ഹൃദയത്തിന്റെ ഐക്യത്തിലേക്ക് കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. അതിന്റെ 33-ാം വാക്യത്തിൽ കാണുന്ന എങ്ങനെയാ? അപ്പോസ്തല പ്രവൃത്തി 4:33 എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. അപ്പൊ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കും ധാരാളം കൃപ തരാൻ, നമ്മളുടെ കുടുംബങ്ങളെ ആത്മീയമായ അന്തരീക്ഷത്തിൽ നിലനിർത്താൻ. അപ്പൊ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആത്മീയ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്ന ഇടമായിരിക്കണം നമ്മുടെ കുടുംബം. അതുപോലെ കുടുംബത്തിലുള്ള എല്ലാവരും പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ്. ദൈവവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കാനും വളരാനും സാധിക്കുന്ന ഇടമാണ് ആത്മീയ അന്തരീക്ഷമുള്ള ഒരു കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങൾ ആത്മീയ അന്തരീക്ഷത്തിൽ നിലനിൽക്കാൻ വേണ്ടി കർത്താവിന്റെ കൃപ ധാരാളമായിട്ട് തരട്ടെ. എന്നെ ഓർത്തും പ്രാർത്ഥിക്കണം. കർത്താവിന്റെ നാമത്തിന് മഹത്വം.